ഗുഡ് മോർണിംഗ് ഫ്രം മഞ്ചേരി. ആംസ്റ്റർഡാമിൽ എത്തിയ പിറ്റേ ദിവസമാണ് കേട്ടോ. 12:30 വരെ സുഖമായി കിടന്നുറങ്ങി. എന്നിട്ട് എണീച്ചിട്ട് ഈ ഫോട്ടോ ഇല്ലേ അമ്മടി അച്ഛൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോ. കുറേ നേരം നോക്കി നിന്നു. അമ്മടി അച്ഛൻ 25th വെഡിങ് ആനിവേഴ്സറിന് ദിവ്യം കൊടുത്ത ആനിവേഴ്സറി ഗിഫ്റ്റാണ് ഈ ഫോട്ടോ. അമ്മയുടെ ഒരുപാട് മെമ്മറീസ് ആണ് ഇത് നോക്കി നിൽക്കുമ്പോൾ. അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ ടൈമും ഓരോ മെമ്മറീസ് മനസ്സിലിങ്ങനെ വരും. അതാണിത് നോക്കി നിൽക്കാൻ അത്ര ഇഷ്ടം. നല്ല ബിസിയായ റോട്ടിലാണ് നമ്മുടെ വീടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ വായി നോക്കി നിൽക്കാൻ നല്ല രസമാണ് ആൾക്കാർ പോണതും വരുന്നതും. പിന്നെ ഈ ബാൽക്കണി നിറച്ച് അച്ഛൻ്റെ ഗ്രീൻ ഗോൾഡാണ്. അച്ഛൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ അച്ഛൻ്റെ ഹെർബ്സും പച്ചക്കറീസും. കുറച്ച് നേരം ഇവിടെ നിൽക്കണം. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഈ വീട്ടിലെ ബാക്കി അംഗങ്ങളെ ഓരോന്നായി തിരഞ്ഞാലോ. ശിവന് നല്ല പൊളി വെക്കേഷൻ ടൈമാണ്. അച്ഛൻ്റെ വീട്ടിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അടിച്ച് പൊളിച്ച് നടക്കാണ് ഇഷ്ടമുള്ള. അത്ര TV കാണുക, അങ്ങനെ ഫൺ ടൈമാണ്. നമ്മൾ വസന്താൻ്റിക്കും അച്ഛനും കുറച്ച് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഇവിടുത്തെ അടിപൊളി ലഞ്ച് മെനു എല്ലാം വസന്താനി ഉണ്ടാക്കിയതാണ് കേട്ടോ. കോവയ്ക്കപ്പേരി, ബീഫ് വരട്ടിയത്, സാമ്പാർ, ഫിഷ് ഫ്രൈ, ചോറ്, പപ്പടം, അച്ചാർ, ഇനി എന്ത് വേണമല്ലേ. പക്ഷെ ആകെയുള്ളൊരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫുഡൊന്നും കഴിച്ചിട്ട് നമുക്ക് കടന്നുറങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ബിസി ഡേ. അച്ഛന് നമുക്ക് വിഷുവിൻ്റെ ഗിഫ്റ്റ്സ് വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങിന് നമുക്ക് പോകണം. നമ്മൾ ഒരുപാട് കാലമായി നാട്ടിലൊരു വിഷു സെലിബ്രേറ്റ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് പിന്നെ ഇത് രണ്ടാമത്തെ വിഷുവാണ്, ശിവൻ്റെ ആദ്യത്തെ വിഷുവും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വിഷുവിൻ്റെ ഷോപ്പിംഗ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ചെയ്യാം. അപ്പം ഞാൻ പോണതിന് മുമ്പ് വിചാരിച്ചു നല്ല അടിപൊളി ഹെർബൽ ഫേസ് പാക്കും ബാത്ത് പൗഡറും യൂസ് ചെയ്ത് കുളിക്കാം. ഈ ഫേസ് പാക്ക് കം ബാത്ത് പൗഡർ ഏട്ടമാസിൻ്റെ ആണ് കേട്ടോ. എൻ്റെ മേമയുടെ ബ്രാൻഡാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ബാത്ത് പൗഡർ തേച്ച് കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് പാക്ക് തേച്ചതിന് ശേഷം മോയ്സ്ചറൈസിങ് ഇസ് മസ്റ്റ്. ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇത് ആരെയും ഉണ്ടാക്കിയിരിക്കുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ശിവന്റെ ആർട്ട് വർക്ക് കാണാൻ വരുമോ? മാർക്കിടാൻ പോവാ അച്ഛാ, മാർക്കിടാൻ പോവാ ശിവന്. $100 Oh my God! അച്ഛന്റെ സ്നേഹമായിരുന്നു അത്. അച്ഛൻ ശിവന്റെ ഡ്രോയിങ്ങിന് ശിവന് റേറ്റിംഗ് കൊടുത്തല്ലോ. ഇനി ശിവന് റേറ്റിംഗ് കൊടുക്കുകയാണെന്ന് പറയാം. Out of? Even I think it's even crore, acha. 1 crore out of 1 crore. 1 crore out of 1 crore. അച്ഛന് മാത്ത് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദേവു, അതായത് ശിവന്റെ ചേച്ചി, ദേവുവിനെയും അച്ഛൻ ഒരുപാട് മാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദിവിനെയും ചേച്ചീനെയും ഒക്കെ അച്ഛൻ മാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ മാത്തിലൊരു പുലിയാണ്. അച്ഛൻ മാത്ത് ടീച്ചറൊന്നുമല്ല, ബട്ട് ഹീസ് എ പുലി ഇൻ മാത്ത്. നമ്മൾ ഷോപ്പിങ്ങിന് പോയത് പ്രീതി സിൽക്സിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ അടിച്ച് നോക്കി വേർ ക്യാൻ ഐ ബൈ ഗുഡ് ട്രഡീഷണൽ വെയർ. അപ്പം മലപ്പുറം കിടക്കണം പ്രീതി സിൽക്സിൻ്റെ റിവ്യൂ ആണ് കാണിച്ചത് നമ്മുടെ ഗൂഗിൾ. വിഷു ഫോക്കസ്ഡ് ഷോപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് അധികം ട്രഡീഷണൽ വെയർ ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ദിസ് ഇസ് എ പെർഫെക്റ്റ് ഷോപ്പ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടില്ല കറക്റ്റ് മാച്ച് അല്ലേ? ആരുമില്ല, ഞാൻ തന്നെ. നന്നായിട്ട് അച്ഛാ, നന്നായിട്ട് കേട്ടോ. അസലായിക്കണോ ഇൻ എ വീക്സ് ടൈം ദിവിൻ്റെ കസിൻ്റെ കല്യാണമാണ്. ഒരു എന്താ പറയുക 6 ദിവസം നീണ്ടു നിൽക്കണ ഒരു മലബാറി വെഡിങ് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഹൽദി മെഹന്തി മുന്നുകളിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വിഷു കോസ്റ്റ്യൂം മാത്രമല്ല വേറെ കുറേ കോസ്റ്റ്യൂം കൂടി വേണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ചെന്നപ്പോൾ ഞാൻ ഒന്ന് നോക്കി കിട്ടുന്നുണ്ടോ വേറെ. മെൻ സെലക്ഷൻ ഒട്ടും പോരായിരുന്നു, നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫീമെയിൽ സെലക്ഷനിലും ഞാൻ സാരിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അച്ഛൻ്റെ വിഷു ഗിഫ്റ്റ് ഞാൻ ഈ ലെഹങ്കയാക്കി മാറ്റി. എനിക്ക് എന്തായാലും മെഹന്തിക്ക് ഒരു അർജൻറ്റ് ലെഹങ്ക വേണമായിരുന്നു. വേറെ ഒരു കടയിലും പോയി സെർച്ച് ചെയ്യാനുള്ള സമയമില്ല, കാരണം എനിക്കിത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക അങ്ങനെ പല പരിപാടീസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ലോക്ക് ചെയ്തു. ദിസ് ഇസ് മൈ വിഷു ഗിഫ്റ്റ്. അങ്ങനെ നമ്മുടെ വിഷു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ പോണത് വിഷുവിൻ്റെ അടുത്ത ഇമ്പോർട്ടൻസ് സാധനം വാങ്ങാൻ, നമ്മുടെ ഫയർ ക്രാക്കേഴ്സ്. ശിവ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കടയിൽ വന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്ന ഫയർ ക്രാക്കേഴ്സ്. സോ ഹി വാസ് ഹാവിങ് സോ മെനി ക്വസ്റ്റ്യൻസ്. എല്ലാം ആൻസർ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ നേരെ പോയത് ശിവനെ ഹാപ്പിയാക്കാൻ. ശിവ് ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്രാന്തനായി മാറിയിരിക്കുന്നു. സോ ഹി ബാഡ്ലി വാണ്ടഡ് ഫുട്ബോൾ. അപ്പം നമ്മൾ കോസ്മോ സ്പോർട്സ് പോയി. നിങ്ങൾ എൻ്റെ ആംസ്റ്റർഡാം വ്ളോഗ് കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഷിവ്
ജേഴ്സി ബാഡ്ലി തിരഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. അങ്ങനെ ഫൈനലി ആംസ്റ്റർഡാമിൽ കിട്ടാത്ത ജേഴ്സി ശിവന് മഞ്ചേരി കോസ്മോ സ്പോർട്സ് നിന്ന് കിട്ടി. അച്ഛൻ്റെ വക ഗിഫ്റ്റാണിത്. റിയൽ മാഡ്രിഡ്. വിച്ച് വൺ ഡു യു വാണ്ട്? തിരിച്ചു കാണിച്ചു തരും. ഓക്കെ. ഓ അതും എംബാബയുടെയാ? നാട്ടിലെ ചൂട് ടു മച്ച് ദിസ് ടൈം. എനിക്ക് തോന്നുന്നറിയില്ല. നമ്മൾ കുറച്ച് നേരം ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷെ അപ്പോഴത്തേക്കും തകർന്നു, ക്ഷീണിച്ചു. നോ മോർ ഷോപ്പിംഗ്. നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങി. നാളെ വിഷു അല്ലേ, നമുക്ക് നേരത്തെ എണീക്കണ്ടേ. അച്ഛൻ സമയം നോക്കി പറഞ്ഞു ഏകദേശം 4:15 ആകുമ്പോൾ നമ്മൾ എണീക്കണം. അപ്പോൾ കടന്നുറങ്ങി, രാവിലെ വിഷു കണിയൊക്കെ കണ്ടു. വീഡിയോ ഒന്നും എടുത്തില്ല ബിക്കോസ് വി വർ സോക്കിംഗ് ഇൻ ദ മൊമെൻറ്റ്. അതിനുശേഷം ഫയർ ക്രാക്കർ ബേൺ ചെയ്യാൻ വന്നു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ബാക്കിക്ക് ഓടിയാൽ മതി, ഒന്നും ആവില്ല കേട്ടോ. കത്തിച്ചോളൂ, ബാക്കിക്ക് ഓടിയാൽ മതി. എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും വരില്ല മേത്തേക്ക്. ഇതൊക്കെ oh man, Shibubi. Woohoo! Yay! കുറച്ച് സമയം എടുക്കാം, ബിസിൽ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുള്ളൂ. Happy Vishu! Shiv, how's the Vishu in Kerala? Huh? Good, Mbappe. നാട്ടിലെത്തിയ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും കേട്ടോ, ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിഷുക്കണി കണ്ടതിന് ശേഷം ഉറങ്ങിയതേ ഇല്ല. ശിവന്റെ വിഷുക്കണി നീട്ടങ്ങളൊക്കെ എണ്ണി പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ ഇതിന് ശേഷം കുളിച്ച് റെഡിയായി. എന്നിട്ട് പോയത് അരുകിഴായ ശിവക്ഷേത്രത്തിലാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അമ്പലം വിസിറ്റ് ഡേ തന്നെയാണ്. കാരണം നമ്മൾ ഇനി പോകാൻ പോണത് ദിബിൻ്റെ തറവാട്ടമ്പലത്തിലാണ്. അതിന് മുന്നേ വീട്ടിൽ പോയിട്ട് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം രാവിലെ നേരത്തെ എണീച്ചുകൊണ്ട് ഇപ്പോൾ വയർ കത്തിക്കരിയുന്നുണ്ട്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ടു സ്റ്റാർട്ട് അവർ ഡേ. അച്ഛൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ആൻഡ് അച്ഛൻ്റെ തറവാട് ഇസ് ബേസ്ഡ് ഇൻ ഇരുമ്പുഴി. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഇരുമ്പുഴിക്ക് പോവാണ്. കാരണം അവിടെ തറവാട്ടമ്പലത്തിൽ ഇന്ന് വിഷുദിന പൂജകളുണ്ട്. 3 തറവാട്ടമ്പലങ്ങളാണുള്ളത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു അമ്പലത്തിൽ പോയി തൊഴുതു, പിന്നെ രണ്ടാമത്തെ ഒരു അമ്പലത്തിൽ പോയി തൊഴുതു, എന്നിട്ട് ലാസ്റ്റ് 3ാമത്തെ അമ്പലത്തിൽ പോയി തൊഴുതു. ഈ ഓരോ അമ്പലത്തിലും ഓരോ സമയത്താണ് പൂജ. അതുകൊണ്ട് തറവാട്ടിലെ എല്ലാ ആൾക്കാരും ഓരോ സമയങ്ങളിലായിട്ട് വന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ദിവിൻ്റെ അച്ഛൻ്റെ സ്കൂളാണ്. അച്ഛൻ വാസ് എ ഹെഡ് മാസ്റ്റർ. ഇറ്റ് വാസ് എ സ്കൂൾ. ഇപ്പം അത് അച്ഛനും അച്ഛൻ്റെ സിബ്ലിങ്സും ആണ് നോക്കി നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അച്ഛൻ്റെ ഫാമിലി ഈസ് എ ബിഗ് ഫാമിലി. അപ്പോൾ എല്ലാവരും മഞ്ചേരി, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ഈ 3 തറവാട്ടമ്പലങ്ങൾക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളൊന്നും ഇവിടെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇങ്ങനെ നീണ്ടു പോകും വ്ളോഗ്. പക്ഷെ അച്ഛനോട് നമുക്കിതിൻ്റെ ഒരു ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇത് നമ്മളെ വീട്ടിന്റെ പുറകിലുള്ളത് ത്രിപുരാന്തകൻ ഏട്ടനും, അങ്ങേ അറ്റത്ത് തെക്ക് വശത്തുള്ള ഏറ്റവും എക്സ്ട്രീം സൗത്തിലുള്ളത് അനിയനുമാണ്. രണ്ടാമത് നമ്മൾ നടുവിലുള്ളത് അമ്മയാണ്. ആണോ? അമ്മയും മക്കളുമാണ്. 3 അമ്പലവും തൊഴുത് കഴിഞ്ഞപ്പോൾ ശിവ് ഏകദേശം തകർന്നിരിക്കുന്നു. ഹി ഈസ് ഓൾമോസ്റ്റ് ഡൺ. പായസമാവും വേണ്ട ചിപ്പി? He is living under extreme conditions. നല്ല ഹെവി ചൂടുള്ളതുകൊണ്ടും പിന്നെ കൊതുകടി അത്യാവശ്യം കിട്ടിയോണ്ട് ഷിവ് ഇസ് ഡൺ ഫോർ ദ ഡേ. എത്ര ടയർഡാ? കുറച്ചാണോ കുറയാണോ? കൊക്കുറിച്ച് പിന്നെ കുറച്ച് നമ്മുടെ ഷീനക്കുട്ടീനെ അപ്പാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ശിവനെ അച്ഛൻ്റെ ഒരു കുട്ടി തോട്ടത്തേക്ക് കൊണ്ടുപോയിട്ടോ. അച്ഛൻ അവിടെ കുറച്ച് ബനാന പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അപ്പം അതിൽ വാട്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഇവിടെ വന്നപ്പോൾ ഇതേ കിടക്കണു ഒരു മാംഗോൻ്റെ ട്രീ. ശിവ ആദ്യമായിട്ടാണ് മാങ്ങ മരത്തിൽ നിൽക്കണ കാണുന്നത് കേട്ടോ. അപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളൊരു കുട്ടി മാംഗോ പൊട്ടിച്ചു കേട്ടോ. ആൻഡ് വെള്ളം നനച്ചു. അച്ചോടി ശിവി, നമ്മുടെ കുട്ടി ഉറങ്ങിപ്പോയിടി മുത്ത്. വീട്ടിൽ പോവാം നമുക്ക്. സ്ലീപ്പി ബേബി. നല്ല പൊരിഞ്ഞ വെയിലത്ത് നിന്ന് വീട്ടിൽ വന്ന് കയറി തണുത്ത നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് ഇല്ലേ? സ്വർഗം അല്ലേ ഷിബി? ശിവ മാത്രമല്ല അച്ഛനും അമ്മയും അച്ഛനും എല്ലാവരും ടയർഡാണ്. ഇനി നമുക്കൊരു വിഷു സദ്യ അങ്ങോട്ട് ഉണ്ടാലോ, റീചാർജ് ആവാൻ. ശർക്കര പെരി മിക്സ് ചെയ്തു ശിവ്.
ടോസ്റ്റ് ഉണ്ടാക്കി കളിക്കുകയാണ് കഴിക്കാതെ. ശിവ ആരാണ് ആദ്യത്തെ വായ കഴിക്കുന്നത് കേട്ടോ? ഓക്കെ, അമ്മയാണോ ശിവാണോ? ഓക്കെ, ഫസ്റ്റ് വായ ആരുടെയാണേ? എന്റെ മിക്സ് ആയി കഴിഞ്ഞിട്ടില്ല. ഓ നോ ഷേ, ഞാൻ സെക്കൻഡ് വായാണ്. സെക്കൻഡ് വായെങ്കിലും ഞാൻ ഫസ്റ്റ് ആവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. നോ, നമ്മൾ വിഷു മോർണിംഗ് ലഞ്ച് എല്ലാം നമ്മൾ അച്ഛൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോണത് പട്ടാമ്പിയിലേക്കാണ് അമ്മയുടെ കൂടെ വിഷു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പം കുറച്ചു കാലം വളർന്നത് മഞ്ചേരി മലപ്പുറം ഏരിയയിലാണ് കേട്ടോ. KV മലപ്പുറം, ഇവിടെയാണ് ദിവരും ചേച്ചിയും കുറെ കാലം പഠിച്ചത്. സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത് ഭയങ്കര പിക്കാണല്ലേ? ഇന്ത്യത്തെ സ്കൂൾസ് ഒക്കെ ഭയങ്കര പിക്കായിരിക്കും കണ്ട് നെതർലാൻഡ്സിനേക്കാളും കമ്പയർ. ഫുട്ബോളർ എംബാപ്പയാണ് കേട്ടോ. ശിവല്ലേ എംബാപ്പെ? ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങിയിരിക്കുന്നു. നീളം വെച്ചിട്ടുണ്ടെന്ന് മാത്രം പറയണം പ്ലീസ്. ഞങ്ങളൊന്ന് നീളം വെച്ചോട്ടെ. എൻ്റെ അമ്മയുടെ ഫാമിലിയും ഭയങ്കര ബിഗ് ഫാമിലിയാണ് കേട്ടോ. ഒരു ക്ലോസ് നെറ്റ് ഫാമിലിയാണ്. എല്ലാവരും അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ചെറിയ മേമയുടെ മോളാണ്. ആദ്യം നമ്മൾ എല്ലാവരും കൂടി വിഷു ഡിന്നർ ഒരുമിച്ച് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഭയങ്കര ഇടിയും മഴയും. അപ്പോൾ വീട്ടിലെത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടേ നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചു. ഫോട്ടോയിൽ കാണണം കേട്ടോ അച്ഛൻ. വീട്ടിൽ വന്നതിൻ്റെ ഫസ്റ്റ് പണി അച്ഛൻ്റെ ഫോട്ടോ നോക്കി നിൽക്കലും പിന്നെ പൂജാമുറിയിൽ പോയി തൊഴലുമാണ് കേട്ടോ. ഐ എം മൈ ഡാഡീസ് ഗേൾ. എൻ്റെ അച്ഛൻ്റെ എല്ലാമാണ് കേട്ടോ. അച്ഛനെ ഫിസിക്കലി ലൂസ് ചെയ്തതിന് പിന്നെ എനിക്ക് ധൈര്യമില്ല അച്ഛനെ കുറിച്ച് സംസാരിക്കും. ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് പല വ്ളോഗിലും ഞാൻ അച്ഛനെ കുറിച്ചും ദിവ്യൻ്റെ അമ്മേനെ കുറിച്ചും സംസാരിക്കാത്ത. ചില ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഒതുക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞാനേ വിഷമിപ്പിക്കുന്നില്ല. നമുക്ക് വിഷു കൈനീട്ടം വാങ്ങാം. എനിക്ക് എത്ര കിട്ടി ശിവി? അല്ല എനിക്കെന്താ കുറവ്? ആണോ? അത്ര വേണ്ട? വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് വിഷു കൈനീട്ടത്തിന്റെ ലോജിക് എന്താണ്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ആർക്കെങ്കിലും അറിയുമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണോ മെലിഞ്ഞ പോലെ? നന്നായിട്ട് നീ പരിചയമുണ്ടോ? വല്ലാത്ത അതുപോയിരുന്നു. ദിവനാണ് എന്നേക്കാൾ മെലിഞ്ഞിട്ടുള്ളത്. ആ വയറൊക്കെ ഫ്ലാറ്റ് ആയിരിക്കുന്നു. 6 പാക്ക്. ആ അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? യു മാൻ യു 6 പാക്ക് ബോയ്. എന്താണമ്മ എനിക്കും വരും ഒരിക്കൽ. എന്റെ ശരീരം പൊന്തത്തരം പോയി. ഒരു കന ഉണ്ടായിരുന്നു. വെള്ളം എന്റെ അമ്മയോട് പറയല്ലോ കേട്ടോ. അമ്മോട് സംസാരിച്ച് നല്ല രസമാണ്. ഷീസ് എൻ അടിപൊളി കമ്പനി. നാട്ടിൽ ചൂടുന്ന് രക്ഷപ്പെടാൻ 2 നേരം കുളി ആൻഡ് മേല് കഴുകൽ മസ്റ്റാണ് ബച്ചാസ്. ശിവ എന്തായാലും മേല് കഴുകാൻ പോയി. മീൻ വയൽ ഞാനും അമ്മയും ദിവനും എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടല്ലോ അതിൻ്റെ ഉടുപ്പുകളൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്ത് വന്നത് നോക്കുകയായിരുന്നു കേട്ടോ. 2 കല്യാണം ഒരുപാട് ക്ലോത്ത്സും. ദിവന് ലക്കിലി ഓൾ ദ ഫിറ്റ് ചെക്ക് വാസ് ഗുഡ്. ഇത് അമ്മ തുന്നിയ ഉടുപ്പാണ് കേട്ടോ. അമ്മ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫോട്ടോ. ഞാൻ ഈ ഉടുപ്പ് കണ്ടില്ലേ, പക്ഷെ ഞാൻ വാങ്ങിയതാണ്. ഹൈദരാബാദ് പോയപ്പോ ചുരിദാർ ഇത് കൊടുക്കുന്നേ തയ്ച്ചപ്പോ ഈ കഷ്ണം കിടന്നായിരുന്നു. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ അതിനെ കുട്ടി യോജിപ്പിച്ചു. അതിന് വെറുതെ ഇരിക്കുന്ന സമയത്ത് തുന്നിയതാ. എൻ്റെ ബ്രദറിനും സിസ്റ്റർ ഇല്ലോനും 2 കുട്ടികളാണ് കേട്ടോ. മൈ സുന്ദരി കുട്ടീസ്. അവരിപ്പോൾ ഗുജറാത്തിലാണുള്ളത്. അവരിതേ 2-3 ദിവസം കഴിഞ്ഞാൽ ഓടിയെത്തും നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ഇത് അവർക്ക് അമ്മ തുന്നിയ ഉടുപ്പാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? സൂപ്പർ മൈ ടോപ്പ് ഗേൾ. എനിക്ക് ഇങ്ങനത്തെ തുന്നാൻ പാടില്ല. അപ്പം അമ്മ ഞാനും സൈൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അമ്മ എനിക്ക് ഷോർട്ട് കുർത്തി തുന്നി തന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മീൻ വേൽ ഞങ്ങൾ പെട്ടി തുറന്നിട്ട് ചോക്ലേറ്റും ചീസ് ഐറ്റംസും ഒക്കെ മാറ്റിയായിരുന്നു കേട്ടോ. കാരണം ഇപ്പം അത് മാറ്റിയിട്ടില്ലെങ്കിൽ ചൂടത്തെല്ലാം മെൽട്ടാക്കി പോകും. ഷിവ് നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമ്മ എനിക്ക് ഇലടയും പാലട പായസം ഉണ്ടാക്കി തരണം. അപ്പം അമ്മ അതുണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഷിവ് ബോയിന് വേണ്ടിയിട്ട്.
അതുപോലെ ദിവ്യ ബോയുടെ റിക്വസ്റ്റ് ആയിരുന്നു അൽഫാം. അപ്പം അമ്മ അതും ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പൊറോട്ട ഓഫ് കോഴ്സ് നാട്ടിലെത്തിയ പൊറോട്ട നമ്മൾ കഴിച്ചിരിക്കണം. ഇനി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആരെ കാണാനറിയോ? എൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി ആൻഡ് ദിവ്യൻ്റെ സിസ്റ്റർ ആൻഡ് ഫാമിലി. ഇവരും കൂടി വന്നാൽ നമ്മുടെ വെക്കേഷൻ സെറ്റ് ആവും. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് അവരെ കാണാം. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.